എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബാർബിക്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വെളിയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ ഇപ്പം സമ്മറായി, നല്ല വെയിലൊക്കെയാണ്, തണുപ്പൊന്നും അധികം ഇല്ല. ആകെ 2 മാസം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 2 മാസത്തിലാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. And like button if you like this video of my mom's channel. അപ്പോൾ നമ്മൾക്ക് എന്തായാലും തുടങ്ങാം. ആദ്യം തന്നെ ഞാനിപ്പം ഈ കോളിഫ്ലവർ എടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഒരു തിളപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് മിക്സിയിൽ ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് ചെയ്തിട്ടാണ് താഴോട്ട് പോകാൻ പോണത്. അപ്പോൾ അതിലോട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, ഒരു തക്കാളി കുറച്ച്. ഇത് ഞാൻ ടിന്നിലുള്ള തക്കാളിയാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾക്ക് അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇനിയിപ്പോൾ ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ദേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, നമ്മൾ കുരുമുളകൊക്കെ ചേർക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഞാനിപ്പം ബാർബിക്യൂവിൻ്റെ സോസ് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ചേർക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ചേർത്തില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ചില്ലി സോസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സോസുകളും സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അഥവാ ഇല്ല എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ തൈര് ചേർക്കുക, ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവാം. അപ്പോൾ പച്ചക്കറികളായിട്ട് പറയുകയാണെങ്കിൽ കോണുണ്ട്, പിന്നെ ഇതുണ്ടല്ലോ, ക്യാമറ നിൽക്കണില്ല. പിന്നെ ഈ സ്റ്റിക്സൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോവില്ല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് നമ്മുടെ എന്നത്തെ മുളകാണ്. എപ്പോഴും എനിക്ക് ഈ മുളക്, എനിക്ക് ഏട്ടൻ 2 പേർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതുണ്ട്. പിന്നെ ഉള്ളി ഇങ്ങനെ നമ്മൾ ഓരോരോ കഷ്ണം ഓരോരോ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, പനീറുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ക്യാബേജിൻ്റെ ഒരു വകയിൽ പെട്ട ഒരു സംഭവമാണ് ബ്രൂസൽ സ്പ്രൗട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്. അപ്പം ഇതുണ്ട്. പിന്നെ നോൺ വെജിൽ ചിക്കനും ചെമ്മീനും, ചിക്കനും പ്രോൺസും ആണുള്ളത്. പിന്നെ പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഉണ്ട്. ഇനിയിപ്പം മസാല പുരട്ടാം. വിക്കിക്ക് ഇതിനകത്ത് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൽ ഏതാ ഇഷ്ടം കൂടുതൽ? ബാർബിക്യൂ ഉണ്ടാക്കാൻ പോണല്ലേ? What I like to do അല്ല, ഏതാ കഴിക്കാൻ ഇഷ്ടം കുഞ്ഞിന്? ചിക്കൻ മാത്രം മതി? വേറെ ഇതൊന്നും ട്രൈ ചെയ്യണ്ട? പനീർ. I eat this chicken. Okay? This one? I like that too. അപ്പം നമ്മൾ എന്തായാലും ഇനി മസാലയൊക്കെ തടവി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ വെജിലും ഏട്ടൻ നോൺ വെജിലും മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഇടയ്ക്ക് വിക്കിയും കൂടെ ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്നാലും നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഗ്രില്ല് കത്തിച്ച് തുടങ്ങണമല്ലോ, അതാണ് ഏറ്റവും വലിയ പണി എന്ന് പറയണത് തന്നെ. ചാർക്കോളൊക്കെ കൽക്കരിയൊക്കെ ഇട്ട് കത്തിച്ച് വെക്കണം, ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കാരണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ലോണ്ടറി ഇട്ടിട്ടുണ്ട് ഇന്ന്. അപ്പം അത് തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടനിപ്പോൾ മാസ്കൊക്കെ ഇട്ടിട്ട് പോകുന്നത്. കഴുകാനൊക്കെ വെള്ളം എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് അടച്ചടിച്ചടിച്ച് വെക്കാം. ഇങ്ങനെ വയ്ക്കാം. ഇനിയപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ കോണിലും അതുപോലെ പൈനാപ്പിളിലും ഒക്കെ ചെറുതായിട്ട് മസാല തടവിയിട്ടുള്ളൂ. കാരണം ഇതിപ്പം ഈ ഒരു മസാല ആയതുകൊണ്ട് അത്ര ഒരുപാട് തടവേണ്ട ആവശ്യമില്ല. നമ്മൾ പൈനാപ്പിളിലൊക്കെ ഇപ്പം വെറുതെ നമ്മൾ മുളക് പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്കിനി ഇത് ചെയ്യാം. ഇതാണ് ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഏട്ടൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിനെ ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും.
പിന്നെ ഈ കൽക്കരിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മളിതിപ്പം കഴിഞ്ഞ വർഷത്തെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇതിപ്പം നമ്മൾക്ക് ഈ ഒരു സമയത്തല്ലേ ഗ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇത് ഏറ്റവും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കത്തിച്ചൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സംഭവമൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് കത്തിച്ചതിന് ശേഷം പിന്നെ ആ ഒരു കനലൊക്കെ നമ്മൾക്ക് ഈ ഗ്രില്ല് ചെയ്യുന്ന സംഭവത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ പരത്തി ഇടുമ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾക്കിത് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ചുമ്മാ പോപ്കോൺ ഉണ്ടായിരുന്നപ്പോൾ അത് കഴിച്ചോണ്ട് നമ്മൾ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ഏട്ടൻ ഇപ്പം തുണി എടുക്കാൻ വേണ്ടി പോയിരിക്കായിരുന്നു. അപ്പം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പം ഇനി ഇത് ഏട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഇത് കത്തിക്കണം, ഉണ്ടാക്കണം. ഞാനിത് ഇരുന്ന് ഇത് കണ്ടപ്പോഴാണ് അല്ല ഇത് ഗ്രില്ല് ചെയ്യുന്ന സാധനമാണ്. ഈ സാധനം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അയ്യോ സോറി കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ കടയിൽ നിന്ന് കിട്ടിയതാണ്. നല്ല എന്താ പറയുന്നത് മരത്തിന്റെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, മുറം പോലെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഇതേ ഞങ്ങളെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലാണ്. പിന്നെ ഇതിപ്പോൾ മണ്ണെണ്ണ ഉണ്ട്, നമ്മൾക്ക് മണ്ണെണ്ണ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ കത്തിക്കോളും. പിന്നെ ഇപ്പം ഇതിങ്ങനെ ഇത്ര മാത്രമായിട്ട് കത്താത്തത് കൊണ്ട് കുറച്ച് ചില്ലകളും കൊമ്പുകളൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടുവന്ന് ഇരുന്ന് ഇങ്ങനെ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഇത് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരിക്കലും ഗ്രില്ല് ചെയ്യാൻ പറ്റില്ല. കത്തിയതിന് ശേഷം അത് തീ അണഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കനൽ കിട്ടുമല്ലോ, ആ കനലിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പം ചിലരൊക്കെ ഇങ്ങനെ തീയോട് കൂടിയിട്ട് വേവിച്ചെടുക്കണ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഈ ഒരു കൽക്കരിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം കൽക്കരി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ കനലാവണത് വരെ വെയിറ്റ് ചെയ്യണേ. അപ്പം എന്തായാലും ഞങ്ങൾ കനലാവാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ചില്ലയൊക്കെ കൊണ്ടിട്ടിട്ട് നന്നായിട്ട് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായി കത്തി കിട്ടണതുകൊണ്ട് അതൊന്ന് കത്തി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ ചിക്കനൊക്കെ സ്ക്യൂവറിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വെജിറ്റബിൾസ് ആണ് വെക്കാൻ പോണത്. കാരണം ചിക്കനും വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം വെജിറ്റബിൾസ് വെച്ചതിന് ശേഷം പിന്നെ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേ കനലൊക്കെ കത്തിച്ച് നന്നായിട്ട് അണഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് വീശി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ലൊരു എന്താ പറയുന്നത് കനൽ ശരിക്കും നല്ല ചൂടായിട്ട് വരും. അപ്പോൾ അതിലോട്ട് ഞാനിപ്പം പനീറും അതുപോലെ തന്നെ മുളകും പൈനാപ്പിളും പിന്നെ നമ്മൾക്ക് ഇതുണ്ട് കോളിഫ്ലവറും അതുപോലെ ഇത് ബ്രോക്കലിയും കൂടി എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൽ അതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളത് നമ്മൾക്ക് എന്താണോ കഴിക്കണം, ഗ്രില്ല് ചെയ്ത് കഴിക്കണമെന്ന് തോന്നണം അതൊക്കെ ചെയ്യാം. ഇത് നമ്മളുടെ ചെറി ടൊമാറ്റോ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. തക്കാളി ഇപ്പം ബാംഗ്ലൂർ തക്കാളി ഉണ്ടെങ്കിൽ അതും എടുക്കാം. അത് നല്ല രസമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ക്യാബേജിൻ്റെ ഒരു ചെറിയ ക്യാബേജ് എന്ന് വേണമെങ്കിൽ പറയാം, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഇത്രയാണ് വെക്കണത്. പനീരൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വേവും. കഴിഞ്ഞ പ്രാവശ്യം പനീർ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് പെട്ടെന്ന് വെന്തിട്ട് അത് കരിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ്. അപ്പം അതേപോലെ തന്നെയാണ് ഈ ഒരു ടൈമിലും റിപ്പീറ്റ് ആയിരിക്കുന്നത്. കാരണം നല്ല കനലായിരുന്നു, നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പനീർ ആദ്യം തന്നെ വെച്ചിട്ടാണ് ബാക്കി വെജിറ്റബിൾസ് എല്ലാം വെച്ച് കഴിഞ്ഞത്. അപ്പോഴേക്കും ബാക്ക് കുറച്ച് ഒരിച്ചിരി കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു ഇച്ചിരി കരിഞ്ഞത് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ജസ്റ്റ് ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിൽ എന്തായാലും പെട്ടെന്ന് കുക്കാവും, നമ്മൾക്ക് പ്രശ്നമില്ല. അപ്പം അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾക്ക് പിന്നെ വീണ്ടും ഒന്നുകൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം തിരിച്ചിടുകയാണ്. കണ്ടോ, പനീർ ഒരിച്ചിരി അങ്ങ് ആ ഒരു സൈഡ് കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം, വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വെന്തത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കണേ. അപ്പം അതിന് ശേഷം പിന്നെ നമ്മൾക്ക്
ഇപ്പം ഇത്രയും സാധനങ്ങളും കൂടെ കുറച്ചുകൂടെ ഒന്ന് ആ ഗ്രില്ലിൻ്റെ കളറ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ ചരിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൈനാപ്പിളും തക്കാളിയും അതും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനും കൂടിയിട്ടാണ് ഇടുന്നത്. ചിക്കനും അതുപോലെ പ്രോൺസാണ് ആ ഒരു സ്റ്റിക്കിൽ വെച്ചിരിക്കുന്നത്. ചിക്കൻ്റെ പിന്നെ ഒരെണ്ണം നമ്മൾ ഇത് മാത്രമായിട്ട് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടാക്കോസ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചിക്കൻ എടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ ലെഗ് പീസസ് ആണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതുണ്ട്, കോണുണ്ട്, അതുപോലെ നമ്മൾക്ക് കോളിഫ്ലവറും ഉണ്ട്, പിന്നെ ബ്രോക്കലി ഉണ്ട്. അപ്പോൾ ഇത് ഏട്ടന് കഴിക്കാനുള്ളതായതുകൊണ്ട് ചിക്കൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് ബ്രോക്കലിയും അതുപോലെ തന്നെ കോളിഫ്ലവറും. ഇപ്പോൾ ഇതിലിങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ടറാണ് ഇത്. അപ്പോൾ ചിക്കനും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിടുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ മാറ്റണം, കാരണം നമുക്ക് കോണൊക്കെ വെക്കേണ്ടതല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ അവനിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. നമ്മുടെ വീടിനകത്തുള്ളതിൻ്റെ ആ ഒരു സംഭവമാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് ജസ്റ്റ് കോണും അതുപോലെ കോളിഫ്ലവറും പിന്നെ ബ്രോക്കലി ഇത്രയും വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇനിയിപ്പം രാത്രി ആവാറായിട്ടുണ്ട്. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇത്. ഈ ഒരു സംഭവം കത്തി ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സമയമെടുത്തു. അതിൻ്റെ ആ ഒരു ഇതൊക്കെ പിടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയമെടുത്തു. അപ്പോൾ അത് സമയം എടുത്തോണ്ട് ഇച്ചിരി ലേറ്റായി. എന്തായാലും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, നല്ല വിശപ്പുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കന്നെ. ഇനിയിപ്പം ഇതും കൂടെ ഉണ്ട്, ഈ ഒരു സാധനം ഉണ്ട്, ടോട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ടാക്കോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിക്കിക്ക് ടാക്കോസ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പം ചിക്കനിൽ കുറച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇതുകൊണ്ട് ടാക്കോസ് ഉണ്ടാക്കാം. വെജ് വെച്ചിട്ടുണ്ടാക്കാം, പനീറൊക്കെ വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കണം. ഇത് റെഡിമെയ്ഡാട്ടോ, നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ചൂടാക്കണം. അപ്പോൾ നമ്മളിതേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഇനിയിപ്പോൾ കോൺ അവിടെ റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു. അതും കൂടെ റെഡി ആവാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാലും തണുത്ത് പോയാലോ. അപ്പം നമ്മൾക്ക് എന്തായാലും തുടങ്ങാം. ഇപ്പോൾ ഈ ചിക്കൻ്റെ ബോൺലെസ് ചിക്കനാണ്. ഇതിനിങ്ങനെ പിച്ചിടുന്നത് ടാക്കോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ടാക്കോസിൻ്റെ ഈ ബ്രെഡ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ടാക്കോസിൻ്റെ സോസും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതങ്ങനെ ഒഴിക്കണമെന്നേ ഉള്ളൂ. ഇത് ഞാനൊരു ദിവസം റെസിപ്പി തനിയായിട്ട് ഇടാം. നമുക്ക് വീട്ടിൽ എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് മൊത്തത്തിലിടാം. അപ്പോൾ എന്തായാലും ഇനി കഴിക്കൽ പരിപാടിയാണ്. ഒരു മിനി ബാർബിക്യൂ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര പാർട്ടിയൊന്നും അല്ല എങ്കിലും ചെറുതായിട്ട് ഇപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ ഒരു 2 മാസമേ നമ്മൾക്കിതുപോലെ വെളിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ തണുപ്പ് തുടങ്ങും, പിന്നെ അങ്ങ് വീട്ടിലിരിക്കണം, അങ്ങനെയൊക്കെയില്ല. പിന്നെ അവിടെ മയോ ഉണ്ട് കേട്ടോ. മയവും ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങിയൊരു സംഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്കി മേളിൽ പോയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി ഇരുട്ടായല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുണ്ട്. എല്ലാം നല്ല ചൂടോട് കൂടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ബാക്കി ഇനി കോണും ഇതും വെന്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം ഇതെന്തായാലും തീർക്കാൻ വിചാരിച്ചു. ഇല്ലെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഇത് പിന്നെ വീണ്ടും നല്ല തണുപ്പാവുമല്ലോ. അപ്പോൾ ചൂടോടെ കൂടെ കഴിക്കാനല്ലേ നല്ല രസം. പിന്നെ ഇതിപ്പോൾ ഞാൻ വെജിൻ്റെ ഇതുണ്ടാക്കുകയാണ്. അതിൽ പനീറും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി മുളകും എല്ലാം ഇട്ടിട്ട് ഈ ഒരു ടാക്കോസിൻ്റെ ഇത് ഒഴിക്കുക, നമ്മുടെ സോസ് ഒഴിക്കുക. സോസ് ഒഴിച്ചതിന് ശേഷം കഴിക്കുക. സോസ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാണാനും നല്ല രസമുണ്ട്. ഇത് ഏറ്റവും ചെറിയ ടാക്കോസ് കേട്ടോ. നമ്മൾക്ക് ഓരോ സൈസിനനുസരിച്ചിട്ടൊക്കെ കിട്ടും. ഇതിപ്പോൾ കുഞ്ഞതൊന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. ഇതിങ്ങനെ ബാർബിക്യൂ ഉണ്ടാക്കണത് കൊണ്ട് അങ്ങനെ കടയിൽ പോയപ്പോൾ അങ്ങ് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാർബിക്യൂ പാർട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.